വണ്ടി ഓടിക്കുന്ന മച്ചാന്മാരെ നമുക്ക് കാത്തിരുന്ന ആ ഒരു വിധി വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്ലാസ്സുകളിൽ എവിടെ ഇതിനോട് ഗുഡ് ബൈ അങ്ങ് പറയാം. കാരണം വെയിലടിച്ച് AC ഇട്ടാലും കാറിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും അല്ലേ, എല്ലാവർക്കും അറിയുന്ന കേസല്ലേ. ഇനിയിപ്പോൾ നമുക്ക് സൺഫിലിം ഒട്ടിക്കുക എന്നുള്ളൊരു വിധി നമ്മുടെ ഹൈക്കോടതി അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും സൺഫിലിം ഒട്ടിക്കാം. പക്ഷെ ഒട്ടിക്കുന്നതിന് ചില കണക്കുണ്ട്. അപ്പോൾ ആ കണക്കൊക്കെ അനുസരിച്ച് ഒട്ടിച്ച് ഇനിയിപ്പോൾ അടിച്ച് പൊളിച്ചങ്ങോട്ട് യാത്ര ചെയ്തങ്ങ് വിട്ടോന്നേ. എന്നാൽ പിന്നെ ആ വാർത്തയും കൂടി ഒന്ന് കേട്ടേരി. ഗ്ലാസുകളിലെ ഫിലിം പതിപ്പിക്കുന്നതിൽ ഇളവുമായി ഹൈക്കോടതി. മുന്നിലും പിന്നിലുമുള്ള ഗ്ലാസുകളിൽ 70% കുറയാത്ത സുതാര്യമായ ഫിലിം പതിപ്പിക്കാം. വശങ്ങളിലെ ഗ്ലാസുകളിൽ 50% കുറയാത്ത സുതാര്യമായ സുരക്ഷാ ഫിലിം പതിപ്പിക്കാമെന്നും ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. സൺഫിലിം ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർശന നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരെ ഒരു ഹർജിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ജസ്റ്റിസ് നഗേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇതിലിപ്പോൾ അനുവദനീയമായ വിധത്തിൽ ഈ ഫിലിം ഒട്ടിക്കാം, വാഹനങ്ങളിൽ ഫിലിം പതിപ്പിക്കാമെന്നാണ് ഇപ്പോൾ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ അനുവദനീയ വിധം സുരക്ഷാ ഗ്ലാസോ അല്ലെങ്കിൽ ഫിലിം പതിപ്പിച്ച വാഹനങ്ങൾക്ക് പിഴയിടാക്കാനാകില്ലെന്ന് ഈ ഉത്തരവിൽ പറയുന്നു. വിവിധ ഹർജികൾ പരിഗണിച്ചാണ് ഈ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. മുന്നിലും പിന്നിലുമുള്ള ഗ്ലാസുകളിൽ 70% കുറയാത്ത സുതാര്യമായ ഫിലിം പതിപ്പിക്കാം. വശങ്ങളിലെ ഗ്ലാസുകളിൽ 50% കുറയാത്ത സുതാര്യമായ സുരക്ഷാ ഫിലിം പതിപ്പിക്കാമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ വാഹനങ്ങളിലെ സൺഫിലിം ഒട്ടുന്നതുമായി ബന്ധപ്പെട്ട് കർശന നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു. പിഴയടക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിനൊരു ഇളവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു തീരുമാനമല്ല. 6 വാങ്ങിച്ചു വെച്ചാണ്. ബാക്കിൽ 2 ഒട്ടിച്ചാലാണ് കവറാവുള്ളൂ. പിന്നെ പക്ഷെ നമ്മൾ ഗ്ലാസ് താത്താൻ നേരത്തെ ഇത് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ടെ സൺഫിലിമൊക്കെ ഒട്ടിച്ച് കൂളായിട്ടങ്ങ് പോകാന്നേ. ഇതൊക്കെ നേരത്തെ വരേണ്ട കാര്യങ്ങളാണ്, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അല്ലേ. വെറുതെ അതിനു വേണ്ടി ഒരാൾ കോടതി കയറി ഇറങ്ങി കേസ് കൊടുത്ത് അതിൻ്റെ പുറകെ പോയി. ഇതൊക്കെ യുക്തിപൂർവ്വം നമ്മുടെ കേരള സർക്കാർ ചെയ്യാവുന്ന കേസാണ്. പക്ഷെ നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കാം, നമ്മുടെ പോക്കറ്റിൽ നിന്ന് എങ്ങനെ ഇവർക്ക് കാശ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം മാക്സിമം ഇവർ നോക്കും. ഒരുപാട് കാശ് ഇവർ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എത്ര പേരുടെ കാശ് പോയിട്ടുണ്ട്. ചില പാവങ്ങളൊക്കെ റോഡിൽ നിന്ന് ആ സൺഫിലിം വലിച്ച് കീറുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പരമാവധി ഇവരെങ്ങനെ ബുദ്ധിമുട്ടിക്കും, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരി, എന്നാൽ ഇനിയും വരും. നമുക്ക് എല്ലാവർക്കും സമാധാനമുള്ളൊരു നല്ലൊരു വിധിയാണ് ഇത്.